അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. മാലാഖയായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത ദിവ്യ സന്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ നിർവചനം തന്നെ പണ്ഡിത ലോകം ജമ്മുൽ ജവാമിയിൽ ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അൽ മുതഅബ്ബദു ബിതിലാവത്തിഹി എന്നത് കാണാം. അത് പാരായണം ചെയ്യുന്നത് ഇബാദത്താണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്, ഒരു മനുഷ്യവചനമല്ല, മുഹമ്മദ് നബിയുടെ വർത്താനങ്ങളല്ല. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു നൽകിയ ദിവ്യബോധനങ്ങളെ അവിടുത്തെ വാക്കുകളിൽ പറയുന്നതിനാണ് ഹദീസുകൾ, പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. ഖുർആൻ അങ്ങനെയല്ല. അതിൻ്റെ അക്ഷരവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ അവതരണവും അത് സകലതും അള്ളാഹുവിൻ്റേതാണ്. ആ അള്ളാഹുവിൻ്റെ വചനങ്ങൾ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹിയായി ലഭിച്ചിട്ടുള്ളതാണ്. ഇരിക്കട്ടെ, അപ്പോൾ അത് പാരായണം ചെയ്യുക എന്നത് തന്നെ വലിയ ഒരു കർമ്മമാണ്, ഒരു ആരാധനയാണ്. ആ കർമ്മം നിർവഹിക്കുന്നതിന് വലിയ പുണ്യമുണ്ട്. തിലാവത്തുൽ ഖുർആൻ ഹബീബ് സയ്യിദ്ന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. മനുഷ്യർ ഉത്തമരാകണമല്ലോ. ആ ഉത്തമ സ്വഭാവമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ നന്നായി പഠിക്കുകയും അത് തലമുറകൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണത്. നോക്കൂ നിങ്ങൾ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഉസൈദ് ബിൻ ഹുളൈർ എന്നൊരു സ്വഹാബി, അദ്ദേഹം പ്രമുഖനായ സ്വഹാബിയാണ്. റസൂലുള്ളാഹിൻ്റെ ക്ലാസ്സുകളിൽ ദർസുകളിൽ ജനേന പങ്കെടുക്കുന്ന ആളാണ്. ഒരു രാത്രിയിൽ അദ്ദേഹം ഉറങ്ങി. രാത്രിയിൽ പാതിരാ സമയത്ത് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ ഖുർആൻ ഓതാൻ തുടങ്ങി. അദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനം കുതിരയാണ്. ആ കുതിരയെ സമീപത്ത് കെട്ടിയിട്ടിട്ടുണ്ട്, തളച്ചിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ പരിസരത്തൊരു മുണ്ട് വിരിച്ച് ഉറങ്ങാനും കിടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഖുർആൻ ഓതാൻ തുടങ്ങി. രാത്രിയിൽ നിശയുടെ നിശബ്ദതയിൽ എല്ലാവരും സുഖലോലുപരായി കിടന്നുറങ്ങുന്നു. അപ്പോഴാണ് ഉസൈദ് ബിൻ ഹുളൈറിൻ്റെ പാരായണം. അള്ളാഹുവിൻ്റെ വാനലോകത്തെ മലക്കുകൾ ഇറങ്ങി വരാൻ തുടങ്ങി. അദ്ദേഹം മലക്കുകളെയല്ല കാണുന്നത്, ഒരു പ്രകാശധാര, ഒരു വിളക്കുമാടം പോലെ കീഴ്പോട്ട് ഇറങ്ങി വരുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഓത്ത് മുറുകുമ്പോഴൊക്കെ കുതിര ഇങ്ങനെ ചാടാനും തുടങ്ങുന്നു. ആ കുതിര ചാടി ചാടി കയറ് പൊട്ടി തൻ്റെ കുഞ്ഞിനെ ചവിട്ടിക്കൊല്ലുമോ എന്ന് ഭയപ്പെട്ടു. നേരം വെളുത്തപ്പോൾ അദ്ദേഹം ഓടി വന്നു റസൂലുള്ളാഹിൻ്റെ ഹദറത്തിലേക്ക്. നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വലൗ ഖറഅത അസ്ബഹത വന്നാസു യൻദുറൂൻ തിൽക്കൽ മലായിക. ഉസൈദേ, ഒന്നും ഭയക്കാനില്ല. ആ ഇറങ്ങി വന്ന പ്രകാശധാര അത് മലായികത്തുൽ കിറാമാണ്, റഹ്മത്തിൻ്റെ മലക്കുകളാണ്. ഖുർആൻ എവിടെ ഓതുകയാണെങ്കിലും അവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടാകും. ഇതുകൊണ്ടാണ് പണ്ഡിത ലോകം പറയുന്നത്, മരിച്ചിടത്ത് മരണപ്പെട്ട് കിടക്കുന്ന ആ ഡെഡ് ബോഡിക്ക് ആവശ്യം അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. റഹ്മത്തിൻ്റെ മാലാഖമാരെ അവിടെ അവതരിക്കണം. അപ്പോൾ അവിടെ ഖുർആൻ ഓതുകയാണെങ്കിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ വരും. ഏതൊരു വീടുകളിലാണോ ഖുർആൻ ഓതുന്നത് അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും. റസൂലുള്ളാഹി പറഞ്ഞു, ഉസൈദേ, നീ എങ്ങാനും ഖുർആൻ നേരം പുലർന്ന് വെട്ടം വെളിച്ചം വെക്കുവോളം ഖുർആൻ ഓതിയിരുന്നുവെങ്കിൽ നീ മാത്രമല്ല വന്നാസു യൻദുറൂൻ, ജനങ്ങൾക്കെല്ലാവർക്കും അത് കാണാൻ കഴിയുമായിരുന്നു. കുല്ലു, എല്ലാ സാധനവും തുരുമ്പ് പിടിക്കും, റസ്റ്റ് പിടിക്കും. എന്നാൽ ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ, മനുഷ്യഹൃദയങ്ങളും അതിന് റസ്റ്റ് പിടിക്കുന്നുണ്ട്. പാപക്കറകളാൽ അത് പങ്കിലമാകുന്നുണ്ട്. അതിൻ്റെ ആ പാകക്കറകൾ കഴുകിക്കളയാനുള്ള ആയുധം, ഔഷധം എന്താണ് നബിയെ? ഖീല വമാ ജലാഉഹ, ഹൃദയശുദ്ധിക്ക് ആവശ്യം എന്താണ്? ഹൃദയരോഗത്തിനുള്ള സിദ്ധൌഷധം എന്താണ്? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണമാണ്. ഖുർആൻ പാരായണം നടത്തുമ്പോൾ മനുഷ്യ മനസ്സുകളെല്ലാവരും നന്നാകും, അതിൻ്റെ കറകൾ പോകും, അതിൻ്റെ വിശുദ്ധി കൈവരും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് സ്വഹാബിയായ അബൂ ഹുറൈറയിൽ നിന്നും റിപ്പോർട്ടിൽ കാണാം, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, ഓ ജനങ്ങളെ, നിങ്ങളെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാൻ പോലെ
മൂഖത മുറ്റിയതാക്കരുത്. കാരണം ഇന്ന ശൈത്താന ലയംഫിറു മിനൽ ബൈത്തില്ലദീ യുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ അൽ ബഖറ എന്ന സൂറത്ത് പാരായണം ചെയ്യുന്ന വീട് അവർ പിശാചി കടക്കുകയില്ല. പിശാചിക്കളുടെ ബാധ ആ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ ഖുർആൻ പാരായണത്തോടെ അത് പറന്നു പോകും, ഓടിപ്പോകും. ഇത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആകയാൽ ഖുർആൻ പാരായണം ചെയ്യണം. വലിയ മഹത്വമുള്ള കാര്യമാണ്. വിശുദ്ധ റമദാനാണ് വരുന്നത്. കഴിഞ്ഞ കൊല്ലം ഒരു ഖത്തമാണ് സുഹൃത്തുക്കളെ നാം ഓതി തീർത്തതെങ്കിൽ ഈ കൊല്ലം അത് 2 എണ്ണമാക്കണം. എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂലുള്ളാഹിക്ക് ഖുർആൻ പാഠം നോക്കാറുണ്ടായിരുന്നു. അവിടെ നിന്ന് വഫാത്തായ കൊല്ലം വരികയും 2 തവണ പാഠം നോക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യന്മാർ മരണത്തോടടുക്കും തോറും, പ്രായം കൂടുന്തോറും ഇബാദത്തുകൾ കുറയുകയല്ല, ഇബാദത്തുകളുടെ അളവ് കൂടുകയാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ കൊല്ലം നാം 4 റക്അത്ത് വീതം സുന്നത്ത് നിസ്കരിച്ചവരാണ്, ദുഹാ നിസ്കരിച്ചവരാണ്, 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചവരാണ്. എന്നാൽ ഇക്കൊല്ലം ആ ദുഹ 8 റക്അത്താക്കണം, വിത്ർ 11 റക്അത്താക്കണം. ഖുർആൻ 2 ഖത്തം ഓതിയവരാണെങ്കിൽ അത് 3 ആക്കാനും 4 ആക്കാനും ശ്രമിക്കണം. ഇങ്ങനെ ഇബാദത്തുകളുടെ വർധനവുണ്ടാക്കണം. വിശുദ്ധ ഖുർആനിൽ അത് ഗണനീയമാകണം. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.